CPI നേതാവായിരുന്ന സാക്ഷാൽ എമ്മൻ മന്ത്രിയായിരുന്ന കാലത്ത് നടന്നൊരു സംഭവം. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കാറിന് കുട്ടികൾ ആരോ കല്ലെറിഞ്ഞു. സംഭവം അറിഞ്ഞ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ അന്ന് കെ കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി, കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന മന്ത്രി എന്ന ഖ്യാതിയുള്ള മന്ത്രി കെ കരുണാകരൻ ഈ കുട്ടികൾ കല്ലെറിഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. എമ്മൻ ഗോവിന്ദൻ നായർ മാത്രമല്ല കടുത്ത നടപടിയെടുക്കാനായിരുന്നു കെ കരുണാകരൻ്റെ തീരുമാനം. എന്നാൽ എമ്മൻ കെ കരുണാകരനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞാനേ ഒരു നാട്ടിൻപുറത്തുകാരനാണ്, ആരുടെ മാവിൽ കണ്ണിമാങ്ങ ഉണ്ടായാലും ഞങ്ങൾ എറിയുമായിരുന്നു, ഞങ്ങളുടെ കുട്ടികളും കല്ലെറിയും. അതൊരു കുറ്റമായി കാണാൻ പറ്റില്ല. വലിയ കാർ കണ്ടപ്പോൾ ഏതൊരു കുട്ടിക്ക് ഒരു കൗതുകം തോന്നി, അവൻ കല്ലെടുത്തെറിഞ്ഞു, അത്രയേ ഉള്ളൂ. അത് വലിയൊരു കേസാക്കി കുട്ടികളെ ക്രിമിനലാക്കാൻ പാടില്ല എന്നായിരുന്നു എമ്മൻ്റെ പക്ഷം. അതാണ് ശരിക്കും വിവേകപൂർവമായ സമീപനം എന്ന് പറയുന്നത്. കുട്ടികളാകുമ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ കാണിക്കും. നമ്മൾ പ്രായമുള്ളവർ, മുതിർന്ന ആളുകൾ അത് പൊറുക്കുകയാണ് നല്ല കാര്യം. അത് പെരുപ്പിച്ച് കാട്ടി അവരെ ക്രിമിനലുകളാക്കി സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ വളർത്തിവിടാൻ പാടില്ല. അത് എമ്മൻ ഗോവിന്ദൻ നായർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കെ കരുണാകരനോട് അങ്ങനെ പറഞ്ഞതും അവരുടെ പേരിൽ നടപടികൾ വേണ്ട എന്ന് പറഞ്ഞതും. തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു എമ്മനെ മറ്റു രീതിയിലാണ് കേരള രാഷ്ട്രീയം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. ആ കാലത്ത് 1 ലക്ഷം വീടുകൾ ഉണ്ടാക്കി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന വളരെ വിപ്ലവകരമായ പരിപാടി കേരളത്തിൽ ആവിഷ്കരിച്ച ആളായിരുന്നു എമ്മൻ ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതി അത് കഴിഞ്ഞിട്ടാണ് ലൈവ് മിഷനും ഒക്കെ വരുന്നത്. പാവപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പദ്ധതി. അപ്പോൾ സാധാരണക്കാരൻ്റെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. അപ്പോൾ കുട്ടികളിൽ നിന്ന് പിഴവുകൾ കണ്ടാൽ അത് പൊറുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആദ്യം പൊറുക്കുക, എന്നിട്ട് അവരെ ശരിയായ മാർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തുക.